ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി അത് കുറച്ച് ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ആയിരുന്നു. അപ്പം നമ്മളിവിടെ ഒരു ചെറിയ കേവ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സോംബീസും ഈ മോബ്സൊക്കെ ഇറങ്ങിയാണ്. നമ്മളിവിടെ ടോർച്ച് വെച്ച്, പിന്നെ ഇവിടെ സ്റ്റോൺ കുഴിക്കാനായിട്ട് സ്റ്റോൺ എടുത്തിട്ട് കുഴിയെടുത്ത്, പിന്നെ നമ്മൾ ചെറിയൊരു വീട് പണി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് സൈഡിൽ ചെറിയൊരു വീട് പണി തുടങ്ങി. അത് നമുക്ക് ഈ എപ്പിസോഡിൽ അവസാനിപ്പിക്കണം. നോട്ടിഫിക്കേഷൻ. അപ്പം ഇന്നത്തെ നമ്മുടെ ഗോളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കൊരു പെറ്റിനെ കിട്ടിയാൽ കൊള്ളാം നമുക്ക് ഈ എപ്പിസോഡിൽ. പിന്നെ നമുക്ക് ഈ വീടിന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇത്. അപ്പം ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് കല്ലൊക്കെ ഇതൊക്കെ സ്മെൽറ്റ് ചെയ്ത് വെച്ചാൽ സ്റ്റോണ്. പിന്നെ ഇവിടെ ചെസ്റ്റ് ഉണ്ടാക്കി. ഇതിനകത്തോട്ട് സാധനങ്ങളെല്ലാം വെച്ചേക്കും. ഇൻവെർട്ടറി ഫുള്ളാണ്. അപ്പം ഇന്നത്തെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാം. അതിൽ കയ്യെ കൊണ്ടുപോകണമെന്ന് എല്ലാം കൊണ്ടെടുത്ത് കളയണ്ട. ഇതെല്ലാം കൊടുത്ത് നിന്ന് വെക്കുമ്പോഴത്തേക്ക് കുറച്ച് സമയമാവും. എല്ലാം എടുത്ത് നത്തോട്ട് പയ്യെ വെച്ച് വരുമ്പോൾ മിക്കവാറും ഒരു 5 വർഷം എടുക്കും. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം വല്ല സാധനങ്ങളും കിട്ടുമോയെന്ന്. ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമാണ്. നമുക്ക് അതിന്മേ ഇദ്ദേഹത്തെ നമുക്കൊന്ന് മായ്ച്ച് കളയാം. ഇവിടെ ഇച്ചിരി പശുവിൻ്റെ അളവ് ഇച്ചിരി കൂടുതലാണ്. നമുക്ക് കുറയ്ക്കാം പശുവിൻ്റെ അളവ്. അവനെ വെട്ടി കയറി. അടുത്തതായി ആരെ വെട്ടി കയറും? വേറെ പശുവൊന്നുമില്ല വെട്ടി കയറാൻ. അല്ല, വേറെ പശു ഉണ്ടെങ്കിൽ വേറെ പശുവിനെ വെട്ടി കയറും. നിങ്ങൾക്ക് ഫുഡ് വേണം. ഫുഡ് പശുവില്ലേ? പന്നിയുണ്ട്. പന്നി നല്ല സാധനമാണ്. ഈ പോർക്ക് ചോപ്പ് നല്ല ഏറ്റവും ബെസ്റ്റ് ഫുഡ് അതിൽ. ഒരു കേവ് ഉണ്ട്. ഇറങ്ങണോ വേണ്ടേ? ഇറങ്ങണ്ട. നമുക്ക് അങ്ങോട്ട് വല്ലതും പോവാം. എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ. ഈ മലയിൽ മണ്ടക്കൂട്ട് കയറിയ കൊള്ളായിരുന്നു. തുമ്മാൻ വരും. എനിക്ക് ചെറിയൊരു പനിക്കോള് പോലും ഉണ്ട്. പനിയാണോന്ന് അറിയത്തില്ല. പനിയാണോ എന്ന്. മല കയറാൻ ഭയങ്കര പാടാണ്. ചാടി കയറണം. ഭയങ്കര കഷ്ടപ്പാടാണ്. സൈഡിൽ കൂടെ വലിഞ്ഞ് കയറണം. ഇതോടി കയറണം. അപ്പോൾ ഇച്ചിരി പടം കൂടെ വലിഞ്ഞ്. ഇവിടെ കുറച്ച് ഞങ്ങൾ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതുങ്ങളുണ്ടൊക്കെ സൗണ്ട് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് കേൾക്കുന്നത്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അവിടെ മണ്ടയ്ക്ക് അയണുണ്ട്, അതെടുക്കാം. കുറച്ച് അയണം കിട്ടി. അയണിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് നന്നായിട്ട്. എനിക്ക് ഭയങ്കര അയണിൻ്റെ കുറവ്. അയണല്ല, ഇരുമ്പിൻ്റെ കുറവുണ്ട് നന്നായിട്ട്. ഇതുകൊണ്ട് നമുക്ക് ഈ അയൺ കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കണം. ഫുൾ ആർമർ ടൂൾസുമായി നമുക്ക് ബക്കറ്റും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് പോയാൽ നമുക്ക് അയണിൽ ആവശ്യമുള്ള സാധനമാണല്ലോ. നമുക്ക് അയൺ ഫാം ഉണ്ടാക്കി എനിക്ക് അറിയത്തില്ല. അയൺ ഫാം ഉണ്ടാക്കണം. കിട്ടിയില്ല. അല്ല, ഞാനിപ്പം ചാടിയനെ. ഇന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, നടക്കത്തില്ലെന്ന് എനിക്കറിയാം. വളരെ കോളുണ്ടെങ്കിൽ കുറച്ച് ഈ കോള് സ്പോണാണ് ഒരു പ്രത്യേകതയാണ്. സംഭവം എന്ന് പറയുമ്പോൾ സ്പോണാകുമ്പോൾ ഒരു കുന്നായിട്ട് സ്പോൺ ആകത്തുള്ളൂ. അല്ല കുറച്ച് നിന്ന് ടൈം പോലെ, അല്ല ഡയമണ്ട് പോലെ ഒന്നും സ്പോൺ ആകത്തില്ല. ഒരെണ്ണമായിട്ടൊക്കെ ചില സമയത്തൊക്കെ ഒരെണ്ണമായിട്ട് കാണും. സൈഡിലൊക്കെ ഒഴിക്കുമ്പോൾ അതും കിട്ടും. ഒരെണ്ണമായിട്ടൊക്കെ സാധാരണ അങ്ങനെ കാണാറില്ല. കാണും, പക്ഷേ ഞാൻ ഇതിൽ കണ്ടിട്ടില്ല ഒരെണ്ണമായിട്ട്. എൻ്റെ ഓർമ്മയിൽ. അല്ലാതെ ഞാൻ കണ്ട് കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. ഇതൊരു കയറി നമുക്ക് കുറച്ച് ബീഫ് സാധനങ്ങളൊക്കെ ഒപ്പിക്കാം. കുറച്ച് കഷ്ടപ്പെടും നമ്മൾ വല്ലാണ്ട്. ഈ വീഡിയോ ഇച്ചിരി ലോങ് ആണ്. ഈ വീഡിയോ. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് മതി. കുറച്ചുകൂടി ചെറിയ വീഡിയോസ്, ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോസ് വേണോ? അതോ ഇതുപോലെ 26 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ 1 മണിക്കൂറിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ വില്ലേജ് ഉണ്ട്. ലോങ് വീഡിയോ വേണോ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി. ഏത് വേണം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ കാണാൻ ഇഷ്ടമുള്ളത് അത് നോക്കിയിട്ട്.
നമ്മളിവിടെ ഒരു ചെറിയ കുഴി കിട്ടി. കുഴിക്കകത്തോട്ട് ചാടിയാൽ നല്ലതായിരുന്നു. നമുക്ക് അയണുണ്ട് അവിടെ. അപ്പോൾ അയൺ മൈൻ ചെയ്ത് എടുക്കാനുണ്ട്. അവിടെ കുറച്ച് അയൺ ഞാൻ കണ്ട്. താട്ട് വേണം കാലൊടിയായിരുന്നാൽ കൊള്ളാം. കാലൊടിഞ്ഞാൽ ഒന്നൊന്നര ഒടിയില്ലായിരിക്കും. ഇത് ചത്തിരിക്കും. ഒരു ചത്ത് പോകും. ചത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ട് അങ്ങോട്ട് പോകാൻ എത്തി. ഇത് ബെഡ്റോക്ക് അടിച്ചാണ്. നമുക്ക് ഫ്രണ്ടിലോട്ട് ബ്ലോക്ക് വെക്കാൻ പറ്റും. ബെസ്റ്റ്. നമുക്ക് ഈ അയൺ എടുത്തിട്ട് നമുക്ക് നമ്മുടെ പണി നോക്കി പോകാൻ പറ്റില്ല. ഈ എഡിറ്റിങ് എന്ത് വയ്യാണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ വരുമ്പോൾ മിക്ക സമയത്ത് ലേറ്റ് ആവുന്നതിൻ്റെ കാരണമുള്ള ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇച്ചിരി ലേറ്റായിട്ട് എടുത്തുള്ളൂ. എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോയുടെ. ഇപ്പോഴാ മടി കാണിച്ച കാര്യമില്ല, തുടങ്ങിയതേ ഉള്ളൂ ചാനൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. എന്നിട്ട് ഞങ്ങൾ വ്യൂസ് പോലും കിട്ടാറില്ല. വ്യൂസ് കിട്ടുന്ന 5 വ്യൂസ് 3 വ്യൂസ്. അത് കിട്ടുന്ന വ്യൂസിനോടാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇച്ചിരി സപ്പോർട്ടൊക്കെ ചെയ്യണം. പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണമെന്നില്ല. ഷെയർ വേണമെങ്കിൽ ചെയ്താൽ ഷെയർ. എനിക്ക് അത്ര പോപ്പുലർ ഉണ്ടാവും എൻ്റെ ആവശ്യമില്ല. ഇച്ചിരി അറിയാമല്ലോ, എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പണ്ട് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു ഇതുപോലെ. അങ്ങനെ അത് നശിപ്പിച്ച അതിനും എനിക്ക് അത്യാവശ്യം നല്ലപോലെ കിട്ടിക്കൊണ്ടിരുന്നത്. അത് തുടങ്ങിയിട്ട് ഒരു വർഷം കൊണ്ട് തന്നെ 10-58 സബ്സ്ക്രൈബേഴ്സായി. പിന്നെ ആ സമയത്ത് ഞാൻ ഇതുപോലെ വീഡിയോ ഒന്നും ഇടാറില്ല. വോയിസ് ഓവർ ചെയ്തിട്ട് വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ ചെയ്ത് വീഡിയോ ഒക്കെ ഇടുന്നത്. പണ്ടൊക്കെ ഞാൻ ഈ വീഡിയോ ഇടും. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇടാം. ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഇടാൻ പറ്റും. ഞാൻ ഫ്രീ ഫയർ കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുത്തെ കളിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. ഫ്രീ ഫയർ ആണെങ്കിൽ UID അയച്ചു തരാം. അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും അയച്ചു തന്നാൽ മതി. എങ്ങനെ ഡെത്ത് കംപ്ലീറ്റ് ആയി. എനിക്ക് ഭയങ്കര ഇതുള്ളതുകൊണ്ട് നേരെ പോയിട്ട് കുഴിക്കത്തൊക്കെ വിളിച്ചാകുകയോ ചെയ്യുന്നു. എവിടെയാണോ ഞാൻ ചത്തത്, ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ കുഴിക്കത്ത് കൊണ്ട് ചത്തുപോലും ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ ഞാൻ കണ്ടില്ല. ഇവിടെ അല്ല, അപ്പുറത്താണ്. ഇവിടെ ഒന്നുമല്ല, ഞാൻ അപ്പുറത്താട്ടാ ചത്തത്. ഇവിടെയാണ് പശുക്കുട്ടി എന്നെ കണ്ടായിരുന്നു ചാകുന്ന. എവിടെ വീണ് പുകയായിട്ട് പോകുന്നത് കണ്ടായിരുന്നു ആരെങ്കിലും. നമ്മളെ കളി തുടങ്ങിയിട്ട് 9 ദിവസമായി. 9 ദിവസം ഇത്രയും ഒപ്പിച്ച്. അതെ, ഐറ്റംസ് ചാടിയ വല്ലതും പറ്റുമോ? ചാടിയാ നല്ലത് പറ്റും. നമുക്ക് ബ്ലോക്ക് വെച്ച് ചാടാം. ഇവിടെ നിന്ന് ഇതൊക്കെ നമ്മ കാണിച്ചിരുന്നേക്കോ അപ്പിഷ്കോ എടുക്കേണ്ട വെക്കുവായിരുന്നു. ഇനി അങ്ങനെ 6 സാധനങ്ങളെല്ലാം കിട്ടി. ഒന്നും പോയില്ല. എല്ലാം എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പറ്റിയില്ല ഭാഗ്യത്തിന്. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. അങ്ങോട്ട് പോകണ്ട, അവിടെ വലിയ കേവ അമ്മാരുടെ പഞ്ഞിക്ക് ഇടും. നമുക്ക് ഇതൊരു കയറിപ്പോൾ നൈറ്റായി തുടങ്ങി പെട്ടെന്ന് കയറിക്കോ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഞ്ഞിക്ക് ഇടേണ്ടി വരും. നൈറ്റായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകാം. പെട്ടെന്ന് വീട്ടിൽ പോയി കിടന്നു തുടങ്ങാം. എടുത്ത് നൈറ്റ് ആവും മിക്കവാറും ഞാൻ ചെല്ലുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് അമ്മമാരോട് സ്പോണായി കാണും. ഓടിക്കോ 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 ഓടിക്കോ, ഞാൻ നാട് വിടുന്നു, ഓടിക്കോ. ഇവിടെ നിന്ന് ഓടി ഞാൻ എന്നെത്താനാണോ അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞു തരാം ഞാൻ എന്തു ചെയ്യാൻ പോകുന്നത്. മനസ്സിലായവർ തല്ലും കുത്തിയിരിക്കുക, അല്ലാത്തവർ ഡാൻസ് കളിക്കൂ. ഇവിടെ ലൈറ്റ് കണ്ടിട്ട് ഒരു സീൻ കാണത്തില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതൊരു ഡിസ്പോൺ ആയില്ല. ഞാൻ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ട് സാധനത്തിൽ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. നെതർ പോർട്ടിൽ ദൂരത്ത് ഇങ്ങനെ കളറിൽ നിൽക്കുന്ന ഇടയ്ക്കിടെ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് വരും. മൈൻഡ് ചെയ്യല്ലേ. എങ്ങനെ ശുഭരാത്രി, ശുഭദിനം.
അടുത്ത ദിനം തുടങ്ങി ദേവന്മാരവിടെ നിന്ന് കത്തിപ്പോന്ന് അവന്മാരൊക്കെ എപ്പം സ്പോണാവുന്നടേ. കല്ല് ഇതുവരെ ഫുള്ളായി. ഇത് എപ്പം വെന്ത് തീരാനും. എന്നാൽ കല്ലിനെ വേവിക്കാൻ വെച്ചേക്കുവാണ്. എന്നിട്ട് നമുക്ക് 2 പീസത്ത് കഴിക്കാം. ഈ കല്ലൊക്കെ കഴിക്കുന്നവരുടെ അവസ്ഥയെ പല്ലൊക്കെ പൊടിഞ്ഞ് ഭസ്മം പോലെ ആയിരിക്കും. നോട്ടിഫിക്കേഷനെ കൊണ്ട് തോറ്റ മനുഷ്യൻ. അവിടെ ഭയങ്കരമായിട്ട് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നായിരുന്നു. ഞാൻ പുതിയ അപ്ഡേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. പുതിയ അപ്ഡേഷൻ ചെയ്തു. പിന്നെ 2-3 ടെക്സ്ചർ പാക്ക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആക്ടിവേറ്റ് ചെയ്തില്ല. ആക്ടിവേറ്റ് ചെയ്യണം. കുതിര കിട്ടി കേട്ടോ. ഒരു കുതിര കിട്ടി. നമുക്ക് അവനെ ടീം ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഒരു കുതിരക്കുട്ടിയെ കിട്ടി. കുതിരക്കുട്ടിയല്ല, കുതിര വലിയൊരു കുതിരയാ. സാഡിലുണ്ടാക്കാൻ അറിയാത്തവരുടെ ശ്രദ്ധിക്കുക. സാഡിലുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. പണ്ട് സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പോൾ സാധനം ഉണ്ടാക്കാൻ പറ്റും. ആദ്യമേ നമ്മൾ 3 ലെതർ, ഇങ്ങനെയല്ല 3 ലെതർ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ് വെച്ച് നടുക്കൊരു ഇത് വെച്ചാൽ മതി. ഇതുള്ളൂ ഇതുണ്ടാക്കാൻ. ഞാൻ അവനെ ടൈം ചെയ്തു. അങ്ങനെ മണ്ടയ്ക്ക് കയറി കുറച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹാർട്ടൊക്കെ വരും. അപ്പോൾ മനസ്സിലാവും നമുക്ക് അവൻ നമ്മൾ ടൈമായിരുന്നു. പിന്നെ നമ്മൾ ഇതിട്ടുണ്ട് ഓടിച്ചാൽ മതി. സ്പീഡുള്ള കുതിര കേട്ടോ. ചാടാൻ പറ്റുമോ നന്നായിട്ട്? ചാടാൻ പറ്റുന്ന നല്ലപോലെ. വലിയ ഹൈറ്റ് ഇല്ല, അങ്ങനെ ശരിക്കും ചാടാൻ പറ്റത്തില്ല. ഇതുവഴി നമുക്ക് നോക്കിയാലും നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന സാധനം ഇത്. ഒരു ഫെൻസ് ഉണ്ടാക്കിയിട്ട് അവൻ തളയ്ക്കാം. ഇവിടെ തളയ്ക്കാം. ആനയൊക്കെ തളയ്ക്കുന്ന ഒരു കുതിര തളയ്ക്കാൻ പോകും. ഫെൻസിട്ട് കെട്ടി ലീഷിനപ്പം നമ്മളിവിടെ പോകും. ലീഷ് വേണ്ടി ഉണ്ടാക്കും. അല്ല നിൽക്കാൻ ലീഷ് വേണ്ടി. അപ്പം ലീഷിനവിടെ പോവുക. ലീഷ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ അതേ അവന്മാരെ നമുക്ക് തട്ടാം. അവന്മാർ കറക്റ്റ് സമയത്ത് സ്പോണായി. അതുകൊണ്ട് നമുക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് ഇവന്മാർ ഇവിടെ തന്നെ സ്പോണായി. നമുക്ക് ഇവന്മാരെ തട്ടാം. ഇവന്മാർക്ക് ആവശ്യമുള്ള സാധനമൊന്നുമില്ല എൻ്റെ കയ്യിൽ. പോയി ചാവടാ, എന്നെ കൊണ്ടൊരു ഗുണമില്ല. പോയി ചാവ്. അങ്ങനെ ചാവണ്ട, ഞാൻ കൊന്നോളന്നുണ്ടെങ്കിൽ. ഇവന്മാർ തുപ്പും. കൊല്ലടാ അവനെ. എന്നെ തുപ്പി. അവൻ്റെ അണ്ണനെ അടച്ച അവന്മാർ നമ്മളെ തുപ്പും. വേറൊരു തുപ്പലല്ലോ, അവന്മാർ തുപ്പുന്നു. എൻ്റെ ഓരോ ഹാർട്ട് തന്നെയാണ് അവൻ്റെ തുപ്പൽ. എൻ്റെ നോട്ടം ഉണ്ടല്ലോ ശരി. അവനെ പെട്ടെന്ന് തട്ടാം. ചാവടാ, ചാവ് നീ ചാവ്. ഇവന്മാര് പുറകെ നിന്ന് വെടി വെക്കുന്നുണ്ട്. തുപ്പി വെടി വെക്കുക. ഇതൊരു ബുള്ളറ്റ് പോകുന്ന ഇത്ര സ്കൂളാണ്. ലീഡ് കിട്ടി. നമുക്ക് ഇനി ഇതിനെ കൂട്ടി തട്ടി കുറച്ചില്ല. അത് നമുക്ക് അതുകൊണ്ട് പോകാം. ഈ മണ്ടന്മാരെ കൊണ്ടിരിക്കണോ? നമുക്ക് ഈ വീട് കണ്ടിന്യൂ അല്ല മൊത്തത്തിൽ എങ്ങ് പണിയായിരുന്നു. ഇവിടെ നമുക്ക് മറ്റവൻ എന്തി? അവനെന്തി? അവനവിടെ പോയി. അവനെ കാണുന്നില്ല. ജബനെ കാണുന്നില്ല. ജബനവിടെ പോയി. മുതലാളി ജബനെ കാണുന്നില്ല. അതേ ജബാ പോവല്ലേ ജബാ. ഇനി നമുക്ക് ഇവൻ്റെ നമുക്ക് ഇവന് ജബാന്ന് പേരാണ്. ജബൻ ഇവൻ്റെ അപ്പം ഇനി തൊട്ട് ഇവൻ്റെ പേരാണ് ജബൻ. ഇനി പേരിടൽ ചടങ്ങ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പേരിടൽ ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത്. അപ്പം 2 മിനിറ്റ് മുമ്പ് ജനിച്ച 2 മിനിറ്റ് മുമ്പ് സ്പോണായ കുതിരയുടെ പേര് ജബൻ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ തല്ലിക്കൊന്ന ബീഫ് നമുക്ക് ചൂടാക്കാൻ നോക്കാം. നമുക്കതാണ് തിന്നാനുള്ള ആകെയുള്ള ആശ്രയം. ഷീൽഡ് പിടിച്ചിലാണ് തരുന്നത്. ആകെയുള്ള ആശ്രയം അതാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. വരണമെങ്കിൽ വരണം. വിശന്നിട്ട് പാടില്ല. വയറ് കത്തിയിരിക്കുക. വിശന്നിട്ട് പാടില്ല. ഞാനിപ്പം ബീഫ് സ്റ്റീക്ക് കഴിച്ചു. അങ്ങനെ വയറ് ഫുള്ളായി. ഇനി അടുത്തതായി അടുത്ത് ഞാൻ എന്ത് കാണിക്കാനാ? ഇവനെ തട്ടാം. അവനെ തട്ടി
ഇവിടെ ഒരുത്തനും കൊണ്ട് നിന്നെയും തട്ടാം. ഇവിടെ ഓരോരുത്തരും കൂടെ ഉണ്ട്, അവനെയും കൂടെ തട്ടാം നമുക്ക്. കണ്ണി തട്ടി, വീണ്ടും തട്ടി. വണ്ടായി പറഞ്ഞവൻ നേരത്തെ അവൻ അടിച്ചായിരുന്നു. വണ്ടായി ഒറ്റ അടിക്കാൻ ചത്തല്ലോ അവൻ. അത് തെറ്റി. ആ മണ്ടയ്ക്ക് കുറച്ചുണ്ടെങ്കിൽ അമ്മമാരെ കൂടി തട്ടിയാലോ. ഒരുത്തനെന്തി ഒരുത്തനെ കാണുന്നില്ല. നിങ്ങളവിടെ പോയി നിങ്ങളുണ്ടോ? അതേണ്ട ഒരു അതെൻ്റെ ഒരു കൂട്ടുകാരനാണല്ലോ നിൽക്കുന്നത്. ഡോങ്കി. ഞാൻ കൂട്ടുകാരനെ നാളെ ചെന്നിട്ട് പറഞ്ഞോളാം ആരാന്ന്. നാളെ ക്ലാസ്സിൽ ചെന്നിട്ട് ഞാൻ പറയാം കൂട്ടുകാരൻ ഏതവനാണ്, അവൻ ആരാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞോളാം. ആ ആൾ എന്തായാലും ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ആളുടെ നന്മയ്ക്കായി ഞാൻ പറയുന്നു. നീ ഒരു കഴുതയോ? നിനക്ക് വല്ല ഫീലായിട്ട് തുടങ്ങി പറയണം നാളെ. നാളെ എന്ന് പറയുമ്പോൾ ഇന്നേത് ദിവസം? ഇന്ന് ബുധനല്ലേ, നാളെ വ്യാഴം. അപ്പം നാളെ പറഞ്ഞാൽ മതി. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ബുധനാഴ്ചയാണ്. ബുധനാഴ്ച പോയിട്ടായിരിക്കണം അയക്കേണ്ടതാണ്, അല്ലാതെ എൻ്റെ കുറ്റം അല്ലാഹേ. സ്റ്റോൺ കട്ടർ ഉണ്ടാക്കിട്ടോ, മറ്റേ ഇതുണ്ടാക്കണം. ബ്രിക്ക് ഉണ്ടാക്കണം. ബ്രിക്ക് കോബിൾ സ്റ്റോൺ ഇങ്ങനൊന്നും ഉണ്ടാക്കുന്നു. കോബിൾ സ്റ്റോൺ എനിക്ക് വെറുതെ വെട്ടിപ്പിടിച്ചാൽ പോരെ. ഇതിലുണ്ടല്ലോ ഇഷ്ടം പോലെ കോബിൾ സ്റ്റോൺ. സ്റ്റോൺ ബ്രിക്ക് വെക്കാം നമുക്ക്. ഒരു വെടിക്കെട്ട വീടായിരിക്കണം ഇവിടെ പൊന്തേണ്ടത്. ഒരു വെടിക്കെട്ട വീട് കണ്ട എല്ലാവരുടെ കണ്ണ് തെള്ളിയിരിക്കണം. കണ്ണ് തെള്ളി മല്ലപ്പള്ളി നിന്ന് മൂന്നാറില്ലെന്ന് പോലത്തെ കണ്ണ് തെള്ളിയിരിക്കണം. 10 മിനിറ്റ് മൂന്നാറ് വരെ ഒറ്റയടിക്ക് കണ്ണ് തള്ളിപ്പോകുന്ന രീതി വേണം നമുക്ക് വെക്കാൻ. അവിടെ ചെന്നെല്ലാം മുല്ലപ്പെരി ഡാമിനോട്ട് ചെന്ന് നിർത്തിയാൽ മതി. അത്രയും മതി. നമുക്ക് ഡാമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യാം നമ്മുടെ കണ്ണിന്. അപ്പോൾ അത്രയും കണ്ണൊക്കെ തെള്ളിയാൽ മതി. ഓവർ കണ്ണ് തള്ളി കഴിഞ്ഞാൽ കണ്ണൂരിപ്പോവും. പിന്നെ ടൂറ് പോകേണ്ട കഴിക്കുക വേണ്ട പറയുന്നില്ല. കൊക്കിൽ നിങ്ങളെ ഇതെന്തിരിത് കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവുള്ളൂ. അല്ലാതെ കൊത്തിക്കഴിഞ്ഞാൽ ചുണ്ടൊടിഞ്ഞ് പറമ്പിൽ കുത്തിയിരിക്കുക. ഇത്രയും വെച്ച് ഇതിൽ കുറച്ച് പൂച്ച കുഞ്ഞുങ്ങളുണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. കിയോ കിയോന്ന്. ഇതിവിടെ ചാടി പോവാ. ഇങ്ങോട്ട് വാ. എൻ്റെ പൂച്ച കുഞ്ഞിൻ്റെ ചാടി പോവാ. പോവില്ല. എവിടെ പോയി ചാടി കയറി എൻ്റെ പൊന്നു. സാൻഡ് വേണം ഗ്ലാസ് ഉണ്ടാക്കി. സ്റ്റാൻഡ് അല്ല സാൻഡ് വേണം ഗ്ലാസ്. ഈ ഗ്ലാസ് വെച്ചിട്ടാണ് സാധനം ഉണ്ടാക്കുക. അല്ല സാൻഡ് വെച്ചിട്ടാണ് ഗ്ലാസ് ഉണ്ടാക്കാൻ. അപ്പം നിങ്ങൾക്ക് വല്ല കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ ഐഡിയ ചെയ്യണം. അല്ല നിങ്ങൾക്ക് വല്ല കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ ഐഡിയ ചെയ്യണം. അപ്പം നമുക്കിനി ഇവിടെ ബിൽഡിങ്ങിൻ്റെ ഇതൊക്കെ കൂമ്പാരം വരേണ്ടത് കാണാം. അങ്ങനെ ഓവരുടെ കൂമ്പാരം വെക്കുന്നില്ല. കാരണം എനിക്ക് പെട്ടെന്ന് ഡ്രാഗനെ കൊന്ന് സീരീസ് നിർത്തണം. ലെറ്റ്സ് പ്ലേ നമുക്ക് തീർക്കണം. എനിക്കതും 10 എപ്പിസോഡ് കൊണ്ട് ഞാൻ ഇത് നിർത്തും. ഞാൻ മടുത്ത് 2 എപ്പിസോഡ് ആയപ്പോഴത്തേക്കും ഞാൻ മടുത്ത്. ഇപ്പോഴാടാ മനസ്സിലായ ആൾക്കാരത് കഷ്ടപ്പെട്ടാടാ വീഡിയോ ഇടുന്നത്. ഞാൻ 3-1 പോലും കഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് എനിക്ക് എത്ര പണി. കാരണം ഞാൻ ഇവിടെ നിന്ന് മൊത്തത്തിൽ പണിയാണ്. നമ്മൾ ആദ്യമേ തൊട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങണം. എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ കണ്ടൻറ്റ് ആദ്യമേ വീഡിയോ ഉണ്ടാക്കണം, എഡിറ്റ് ചെയ്യണം, പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ വേണം, കുറേ നെറ്റ് വേണം. ഇത് കൊണ്ടുപോയാൽ നമുക്കൊരു യൂട്യൂബർ ആവാൻ പറ്റുള്ളൂ. സമയം പിന്നെ പ്രത്യേകം വേണ്ട സമയമില്ലാതെ നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല. എന്നോട് ഒരാൾ ഇന്ന് ചോദിച്ചു, ക്ലാസ് വെച്ച് ചോദിച്ചു എന്നോട്, എടാ നീ എന്താടാ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സമയം കിട്ടത്തോണ്ട് വീഡിയോ ഇടുന്നതാണ്. അവൻ മാത്രമേ വീഡിയോ കാണുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം. വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് സങ്കടമൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. ഇത് ഗ്ലാസ് പെയിൻ അതിൻ്റെ കമൻ്റ് ഉണ്ടല്ലേ നിങ്ങൾ താഴെ ഐഡിയ ചെയ്തേ മതി. കിട്ടുന്നില്ല. ഏതാണ് സാധനം? ഗ്ലാസ് പ്ലെയിൻ ആണോ ഗ്ലാസ് പെയിൻ ആണോ?
ഇതെല്ലാം കൂടെ എൻ്റെ പൂച്ചൂഞ്ഞാൽ വലിഞ്ഞ് കയറി പോന്നു. ആരിവൻ പൊക്കം ചാടി പോയിടുന്നു. എന്ത് കഷ്ടം ഈ നോട്ടിഫിക്കേഷനെ കൊണ്ട് തോറ്റ്. നമ്മൾ കഥകായി വീണൊരു കഥകായി ഇതെടുപ്പായി നെറ്റിപ്പട്ടൊട്ട ആന പോലെ. നെറ്റിപ്പട്ടൊട്ട ആന പോലെ. ഗ്ലാസ് ഉണ്ടാക്കണം. സാധനം ഗ്ലാസ് പെയിനാണ് കേട്ടോ. ഗ്ലാസ് പെയിനാണ്. നമുക്ക് തറ മൊത്തം മറ്റേ ഇത് ബ്ലോക്ക് ആക്കാം. മറ്റേ എന്തുവായിരുന്നു, സ്മൂത്ത് സ്റ്റോൺ അല്ലേ? സ്മൂത്ത് സ്റ്റോൺ ആക്കാം നമുക്ക് തറ മൊത്തം. ഒരു കോൺക്രീറ്റ് ഫീൽ കിട്ടും. കോൺക്രീറ്റ് ഫീൽ. ബാക്കിൽ നമ്മൾ കതുക് വെക്കുന്നില്ല, ഗ്ലാസ്സിനെ വെക്കുവാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ കതുകാക്കാം. വളരെ അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിൽ പിക്കാക്സ് എടുക്കുക, പൊട്ടിക്കുക, ഓടുക. ഇത്രയുള്ള പരിപാടി. ഇല്ല ക്രീപ്പറും വന്നകത്ത് കയറുവാണെങ്കിൽ കതുകിന് ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ മാത്രം നിങ്ങൾ ഗ്ലാസ് പൊട്ടിക്ക് ഇറങ്ങി ഓടുക. നമ്മുടെ ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഐഡി ചെയ്യുക, അല്ല കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്കകത്ത് എത്ര വട്ടം ഞാൻ വീഡിയോ എന്ന് പറഞ്ഞാൽ മതി. എന്നുവെച്ചാൽ ഏകദേശം വീഡിയോ എന്ന് കുറേ വട്ടം ഞാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ എത്ര വട്ടം പറഞ്ഞ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ഉണ്ട നിങ്ങളെ ഞാൻ ഫ്രണ്ടാക്കാം. ഗെയിം പറഞ്ഞാൽ മതി. എല്ലാ എന്തുവായിരുന്നു ചെറിയ ഗെയിം എന്ന് പറയുമ്പോൾ ടോക്കൻ ടോം നോക്കില്ല. ടോക്കൻ ടോം മൾട്ടിപ്ലെയർ ഇല്ല ബ്രോ. തനിക്കകത്ത് ബ്രെയിനില്ലാത്തവരുടെ ശ്രദ്ധിക്കായി ടോക്കൻ ടോം മൾട്ടിപ്ലെയർ ഗെയിം അല്ല. അത് ഇല്ലയെന്ന് പറയുമ്പോൾ ടോക്കിംഗ് ഏഞ്ചിൽ തപ്പി പോവുകയാണെങ്കിൽ ടോക്കിംഗ് ഏഞ്ചിലേക്കും ഇത് മൾട്ടിപ്ലെയർ അല്ല, എല്ലാം സിംഗിൾ പ്ലെയറാണ്. 2D ഗെയിംസ് ആണ് ഇതൊക്കെ. 2D ആണ് 3D ആണ്, എന്തോ D ആണ്. ഞാൻ എന്തിനും മണ്ടയ്ക്കറി കാണിക്കുന്നു? എനിക്ക് വട്ട നിങ്ങളെപ്പോലെ. ഞാൻ എന്തോ ചെയ്യാൻ പോകണം, എനിക്ക് ശരിക്കറിയാം. പക്ഷെ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെ കുതിരക്കുട്ട നമുക്ക് ചുമ്മാ ഒന്ന് അങ്ങോട്ട് ഓടിയിട്ട് വരാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതൊന്നും അറിയത്തില്ല. ചുമ്മാ ഒന്ന് ഓടിയിട്ട് വരാം. ചാടിക്കോ. ചാടിയില്ല. ചാടിക്കോ. ഒന്നുകൂടെ ചാടിക്കോ. ചാടിക്കോ. മലകാല സ്മൂത്തായിട്ട് കയറിപ്പോവും. നമ്മുടെ ഫുൾ സസ്പെൻഷൻ ബൈക്ക് പോലെ, സൈക്കിൾ പോലെ എങ്ങനെ സ്മൂത്തായിട്ട് കയറിപ്പോ. 26 മിനിറ്റ് എൻ്റെ വീഡിയോ കഥ പറയാം. എത്ര വട്ടം വീഡിയോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. എന്നൊന്നും ഞാൻ പറയത്തില്ല. ചുമ്മാ പറഞ്ഞൊന്നും ഞാൻ പറയത്തില്ല. അയ്യോ പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ട് തോറ്റി എൻ്റെ പൊന്നു. ഇതെല്ലാം കൂട്ടുകാർ പോണത് ഇറങ്ങിയുള്ളൂ ഞാനപ്പം. സോറി, ചെറിയ സൗണ്ടുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ പൂച്ചക്കുരുപ്പുകളെ കൊണ്ടാണ് നമുക്ക് തറ മൊത്തം കുഴിച്ചിട്ട് നമുക്ക് സ്റ്റോൺ മറ്റേ സാധനം വെക്കാം. സ്മൂത്ത് സ്റ്റോൺ. ഇവിടെ കഥ പൊട്ടിപ്പോവും, മൈൻഡ് ചെയ്യണ്ട, നമുക്ക് പിന്നെ വെച്ചാൽ മതി. ടോർച്ചും പൊട്ടും. ടോർച്ച് പിന്നെ വെച്ചാൽ മതി, നമുക്ക് ധൃതിയില്ല. ഗ്ലാസ്സിന് അടിയിലത്തെല്ലാം പൊട്ടിക്കാൻ നല്ലത്, കാരണം ഇച്ചിരി വൃത്തിയായിട്ടിരുന്നോളൂ. എല്ലാം നല്ല വൃത്തിക്കിരുന്നു. സ്റ്റെയിൻഡ് ഗ്ലാസ് ആക്കാനല്ല മൊത്തം. നമുക്ക് മറ്റേ ഈ ചില വീടിനൊക്കെ ഇല്ലേ ഗ്ലാസ് വെക്കുമ്പോൾ പ്രൈവസി ഗ്ലാസ് വെക്കുന്നത്, ബ്ലാക്ക് കളർ. മറ്റേ ഇതിനൊക്കെ കാറിനൊക്കെ വെക്കുന്ന നോട്ടിഫിക്കേഷൻ കറുത്ത ഗ്ലാസ് വെക്കുക. ഇത് പൊട്ടിക്കാൻ സമയമൊന്നുമില്ല. എൻ്റെ സമയം 11:15 തീർന്നു. അവിടെ ഇങ്ങനെ അതിനടി വെക്കണം. ഇതിനടി ഞാൻ നടി കണ്ടു. ഇത് വുഡിനടി വെക്കണ്ട, അത് കാണത്തില്ലല്ലോ. ഇല്ല, വുഡിനടി വെക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇത് മൈൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ കല്ലും തീർന്നു. ഡോർട്ട് എടുക്കുക. വുഡിനടി ഡോർട്ട് വെച്ചാൽ മതി, അത്ര ആഡംബരമൊന്നും വേണ്ട. ഇതിന് മേൽക്കൂരയില്ല നമ്മുടെ വീടിന്. ഒന്നാമത്തെ കാര്യം മേൽക്കൂര വെക്കണം. സ്റ്റോൺ തീർന്നു. നമ്മൾ വീണ്ടും പോയി സ്റ്റോൺ എടുക്കേണ്ടതാണ്. ഇത് ഭയങ്കര താമസം ഇതാവാനാണ്. എനിക്ക് ദേഷ്യം വരുന്നത്.
സ്റ്റോൺ ആവണം. എന്നിട്ട് അതിനെ വീണ്ടും കുക്ക് ചെയ്യണം. അത് തീർന്ന് വീണ്ടും ഉണ്ടാക്കണം. നമുക്ക് നടുക്ക് നിങ്ങൾ ഡിസൈൻ ആക്കിയാലും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? വിമാനമല്ല റോക്കറ്റ്. ഞാൻ തന്നെ എന്നെ പുകഴ്ത്തി പറയുന്നത് കണ്ടു. നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയൊക്കെ മതി. നമുക്ക് ഓവറായിട്ട് സംഭവങ്ങളൊന്നും വേണ്ട. നമുക്ക് ഈ വീഡിയോ കൂടെ ചെന്ന് നിർത്താം. എങ്ങനെയുണ്ടാവും? ഇത്രയൊക്കെ ബാക്കി ഞാൻ ഓഫ് ക്യാമറ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡ് ഇടാം. എങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. ചെയ്തില്ലെങ്കിൽ ഓർമ്മിപ്പിച്ചാൽ മതി, മറവിയാണേ. അപ്പം ഇത്രയുള്ള നമ്മുടെ എപ്പിസോഡ്. അപ്പം ഇഷ്ടപ്പെട്ടവർക്കായി പ്രത്യേകിച്ചൊന്നും ഞാൻ പറയില്ല. ഇഷ്ടപ്പെടാത്തവർക്കായി പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് വലിയ ലൈക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ചത്ത് പോകുന്നതാണ്. കാരണം ഈ ചാനൽ പൂട്ടിപ്പോകാറായി. തുടങ്ങിയതിന് മുമ്പേ പൂട്ടിപ്പോകും. അതിന് മുമ്പേ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം കമൻറ്റ്. ബൈ.